നേർക്ക് നേരെ അധ്വാനം കൊണ്ട് ഇടപെടുന്നു എന്ന കാര്യമാണ്. ഇതൊരു വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ഏറ്റവും അധികം ആലസ്യത്തിലേക്കും സുഖലോലുപതയിലേക്കും എടുത്തെറിയപ്പെടുമ്പോൾ സോളിഡാരിറ്റി എന്ന ഈ യുവജന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവിടെ ചുറുചുറുക്കിന് കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് സേവന രംഗത്ത് അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇടപെടുമ്പോൾ അത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ബെനിഫിറ്റായി, ഒരു ലാഭമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. കാരണം സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ദരിദ്രരായ ആളുകളുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, മറ്റു പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, ഒക്കെയുണ്ട്. എല്ലാവരും ഒരേ സന്ദർഭത്തിൽ ഒന്നിച്ചു വന്ന് പണിയെടുക്കുന്ന ഒരു കാഴ്ച വളരെ അത്ഭുതകരമായിരുന്നു. പല ആളുകളും ഞായറാഴ്ചകളിൽ മാത്രം വന്ന് ജോലി ചെയ്തു. ഇങ്ങനെയൊക്കെ 7 ദിവസം കൊണ്ട് വരെ ഒരു വീടൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വീട് നമ്മൾ മറ്റൊരാൾക്ക് കരാർ കൊടുക്കുകയാണെങ്കിൽ 75,000 80,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആ വീട് നിർമ്മിക്കാൻ കഴിയൂ. പക്ഷെ 25,000 രൂപയുടെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ആളുകളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ അധ്വാനമാണ്. പക്ഷെ ഒന്ന് പ്രത്യേകം അനുസ്മരിക്കേണ്ടതുണ്ട്. സോളിഡാരിറ്റി പ്രവർത്തകർ വീട് നിർമ്മാണത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും എത്തിപ്പെടുമ്പോൾ അവിടെയുള്ള പ്രദേശത്തുകാരെ അത് അത്ഭുതപ്പെടുത്തുകയും ആ പ്രദേശത്തുകാർ തങ്ങളുടെ കൈവശമുള്ള ഓട് കൊണ്ടുവന്ന് തരുന്നു, മരമുള്ളവർ മരം കൊണ്ടുവന്ന് തരുന്നു, ചില ആളുകൾ കല്ലേറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ കല്ല് കൊണ്ടുവരാൻ വേണ്ടി വന്ന വാഹനങ്ങൾ കല്ലിറക്കി കഴിയുമ്പോൾ ഇതിങ്ങനെയുള്ളൊരു വീടാണെന്ന് അറിയുമ്പോൾ എങ്കിൽ നിങ്ങൾ അതിന് ഞങ്ങൾക്ക് കൂലി തരേണ്ടതില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന, സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഒന്ന്, ഏറ്റവും അർഹരായവർക്കാണ് ഈ വീട് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്, ഒരു കൂട്ടം യുവാക്കളുടെ അധ്വാനശേഷി സേവന രംഗത്ത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന വളരെ ക്രിയാത്മകവും രചനാത്മകവുമായ രീതി ഇവിടെ സോളിഡാരിറ്റി ഈ പ്രവർത്തനത്തിലൂടെ സമർപ്പിക്കുകയാണ്. മൂന്നാമത്, അല്ലെങ്കിൽ ഒന്നാമത് എന്ന് തന്നെ പറയേണ്ടുന്ന കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നല്ല മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പാവപ്പെട്ടവർക്കൊരു വീട് എന്ന് പറഞ്ഞപ്പോൾ ആവേശപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് രാവും പകലും വിദേശത്ത് വരെ പോയി അധ്വാനിക്കുന്ന, നമ്മുടെ നാട്ടിൽ അധ്വാനിക്കുന്ന, അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം ഒരു വീട് ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സോളിഡാരിറ്റി അത് ഏൽപ്പിച്ചപ്പോഴാണ് ഇതൊരു വലിയ സംരംഭമായി മാറിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കുടുംബം വീടില്ലാതെ പ്രയാസപ്പെടുകയാണെങ്കിൽ, അത്തരമൊരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു സാമ്പത്തിക ശേഷിയുള്ളവൻ ഒരു 25,000 രൂപ സോളിഡാരിറ്റി പ്രവർത്തകരെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ വളരെ ധൈര്യസമേതം ആ കാശ് ഏറ്റെടുത്ത് മാന്യമായൊരു വീട് അത്തരം കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു ധൈര്യവും അതേപോലെ തന്നെ ഒരു ആവേശവും സോളിഡാരിറ്റി പ്രവർത്തകർക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നന്ദിപൂർവ്വം ഈ രംഗത്ത് സഹകരിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കുകയാണ്. സോളിഡാരിറ്റി കേരളത്തിന്റെ പ്രതീക്ഷയാണ്. കേരളത്തിലെ ജനങ്ങളോട്, വിശേഷിച്ച് യുവജനങ്ങളോട് നമുക്ക് ബാധ്യതകളുണ്ട്. സോളിഡാരിറ്റി വളരണം, പൂത്തുലഞ്ഞ് പരിമളം പരത്തണം. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നെരിഞ്ഞെന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം, നെരിഞ്ഞെന്മയിൽ മുക്കിയെടുത്തൊരു കാലക്കൊടിയിൽ പകർത്തി വച്ചു. നന്മയിൽ വിശ്വസിക്കുന്ന യുവത്വമാ 3 വർണ്ണ കൊടിയേറ്റുവാങ്ങി നാടുണർത്തിയിടുവാൻ ഉച്ചം വിളിക്കുന്നു. സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്.
കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. നാട്ടുവെളിച്ചം കെടാതെ സൂക്ഷിക്കുവാൻ ചോര തുടിക്കുന്ന കൈകളുണ്ട്. ആളയിലേക്ക് സധീരം നടത്തുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. ആളയിലേക്ക് സധീരം നടത്തുവാൻ കാലുകൾക്കേറെ കരുത്തുമുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർത്തുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നീതികേടിൻ പെരും കോട്ട തകർത്തുവാൻ വാക്കിന്റെ ആയുധം നാവിലുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. നേരിലേക്കെത്തുവാൻ പൂർവികന്മാർ പണ്ട് താണ്ടിയ പാതകൾ ഓർമ്മയുണ്ട്. ആത്മവിശ്വാസത്തോടുച്ചം വിളിക്കുക സോളിഡാരിറ്റി സിന്ദാബാദ്. സോളിഡാരിറ്റി സിന്ദാബാദ്. സോളിഡാരിറ്റി സിന്ദാബാദ്. സോളിഡാരിറ്റി സിന്ദാബാദ്. നീലാകാശമെറിഞ്ഞുകൊടുത്തൊരു വിപ്ലവത്തിന്റെ ചുവന്ന നാളം നെന്മയിൽ മുക്കിയെടുത്തൊരു പാലക്കൊടിയിൽ പകർത്തി വച്ചു. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്കിനി കുഞ്ഞനൂജ്. വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവർക്ക്